വിദ്വേഷ പ്രസ്താവനകളുടെ പരമ്പരയുമായി RSS മുഖപത്രമായ കേസരിയുടെ പത്രാധിപൻ NR മധു വേടൻ്റെ പാട്ടുകൾ ജാതി ഭീകരവാദം പ്രചരിപ്പിക്കുന്നുവെന്നും ഷവർമ എന്നാൽ ശവം പ്ലസ് വർമ്മയാണെന്നും കേസരി വാരിക മുഖ്യപത്രാധിപൻ ഡോക്ടർ NR മധുവിൻ്റെ പരാമർശം. RSSൻ്റെ അപകടകരമായ പ്രത്യയശാസ്ത്രത്തെക്കുറിച്ച് മാത്രമല്ല, നികൃഷ്ട ചെയ്തികളെക്കുറിച്ചും വേടൻ പാടിയിട്ടുണ്ട്. അവർ ബലാത്സംഗം ചെയ്ത് അതിക്രൂരമായി കൊന്നുകളഞ്ഞ കൊത്തയിലെ ആ 8 വയസ്സുള്ള വയലറ്റ് ഫ്രോക്കുകാരി പെൺകുട്ടി ആസിഫയെക്കുറിച്ചും വേടൻ എഴുതിയിട്ടുണ്ട്, പാടിയിട്ടുണ്ട്. അതായത് RSSൻ്റെ മഹാക്രൂര ചെയ്തികളിലേക്കാണ് വേടൻ വിരൽ ചൂണ്ടിയത്. അത് അവർക്കേൽപ്പിച്ച പ്രഹരം ചെറുതൊന്നുമല്ല. വേടൻ്റെ പിന്നിൽ രാജ്യത്തിൻ്റെ വിഘടനവാദികളെന്നും മധു പറഞ്ഞു. വേടൻ്റെ പാട്ട് ജാതി ഭീകരവാദം പ്രകടിപ്പിക്കുന്ന, വിഘടനവാദം പ്രകടിപ്പിക്കുന്ന സാഹിത്യത്തെ വളർന്നുവരുന്ന തലമുറയെ മനസ്സിലേക്ക് വിഷം കുത്തിവെക്കുന്ന കലാപമായി അരങ്ങ് വാഴുകയാണ്. വേടൻ്റെ പിന്നിൽ ശക്തമായ സ്പോൺസർ ശക്തികളുണ്ട്. അത് സൂക്ഷ്മമായി പഠിച്ചാൽ രാജ്യത്തിൻ്റെ വിഘടനം സ്വപ്നം കണ്ടു കഴിയുന്ന തമോമമായ ശക്തികൾ അയാളുടെ പിന്നിലുണ്ടെന്ന് കൃത്യമാണ്. അത്തരം കലാഭാസങ്ങളെ നാലമ്പലങ്ങളിൽ കടന്നു വരുന്നത് ചെറുത്തു തോൽപ്പിക്കണം. വേടൻ്റെ പാട്ടിന് ആള് കൂടാൻ പാട്ട് വയ്ക്കുന്നവർ അമ്പലപ്പറമ്പിൽ ക്യാബറയും വെക്കും എന്നും NR മധു അഭിപ്രായപ്പെട്ടു. സവർണ സാംസ്കാരിക ദേശീയതയിൽ അഭിരമിച്ച് പുഴുത്തുനാറിയ ചാതുർവർണ്ണ്യത്തെ പ്രത്യയശാസ്ത്രമായി കൊണ്ടു നടക്കുന്ന RSS മുന്നോട്ട് വയ്ക്കുന്ന ആശയമാണോ ജാതി ഭീകരവാദം? അതോ ജാതീയതയെ അഡ്രസ്സ് ചെയ്ത് പുതുതലമുറയടക്കം ജാതിക്കെതിരായി ചിന്തിപ്പിക്കുന്ന വേടൻ മുന്നോട്ട് വയ്ക്കുന്ന സാമൂഹ്യനീതിയുടെ രാഷ്ട്രീയമാണോ ജാതി ഭീകരവാദം എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. വളർന്നു വരുന്ന തലമുറയുടെ മസ്തിഷ്കത്തിലേക്ക് ഹിന്ദുത്വ ഭീകരതയുടെ വിത്തുകൾ മുളപ്പിക്കുന്ന RSS ആണോ മനസ്സിലേക്ക് വിഷം കുത്തിവെക്കുന്നത്? അതോ സവർണ തിട്ടൂരങ്ങൾക്ക് മുകളിലൂടെ വില്ലുവണ്ടിയിൽ പാഞ്ഞ അയ്യൻകാളിയുടെ ചരിത്രം പുതുതലമുറയ്ക്ക് പകർന്നു കൊടുക്കുന്ന വേടനാണോ മനസ്സിലേക്ക് വിഷം കുത്തിവെക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വേടൻ എന്ന കലാകാരൻ്റെ പിന്നിൽ തീർച്ചയായും ശക്തികളുണ്ട്. പക്ഷേ അത് NR മധു പറഞ്ഞതുപോലെ അതിരാജ്യത്തിൻ്റെ വിഘടനം സ്വപ്നം കണ്ടു കഴിയുന്ന തമോമമായ ശക്തികളല്ല, അഥവാ RSS അല്ല. ഈ നാട്ടിലെ നീതിവാദികൾ, മതേതര ശക്തികൾ, പ്രത്യേകിച്ചും യുവതലമുറയാണത്. ആ കരുത്താർന്ന ശക്തികൾ വേടൻ്റെ പിന്നിലുണ്ട്, അത് കൃത്യമാണ്. സവർണ സാംസ്കാരിക ദേശീയതയ്ക്കെതിരെയുള്ള ഏത് പ്രതിരോധങ്ങളെയും വിഘടനവാദ ഭീകരവാദ മുദ്ര ചാർത്തി അടക്കി നിർത്തിക്കളയാം എന്ന RSS പദ്ധതിയെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇന്ന് വലിയ ചർച്ചകൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ്. വേടനെപ്പോലെ അനുഭവങ്ങളുടെ തീച്ചൂളയിൽ വെന്തുനീറി പരുവപ്പെട്ട ഒരു കലാകാരനും അദ്ദേഹത്തിൻ്റെ തീക്കാറ്റ് പോലുള്ള വരികളെ സ്നേഹിക്കുന്നവർക്കും NR മധുവിൻ്റെ ഭീകരവാദ വിഘടനവാദ മുദ്രകൾക്കൊക്കെ പുല്ലുവിലയാണ് കൽപ്പിക്കുന്നത്. വേടനൊരു രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം സവർണ സാംസ്കാരിക ദേശീയതയുടെ ശത്രുവാണ്. ആ രാഷ്ട്രീയത്തെ ഈ രാജ്യത്തിൻ്റെ കാവ്യ ഭീകരത ഭയക്കുന്നു എന്നതിൻ്റെ തെളിവാണ് NR മധു ഉന്നയിച്ച ഈ പരാമർശം. അതേസമയം അറേബ്യൻ ഭക്ഷണത്തിനെതിരെയും മധു ആക്ഷേപമുന്നയിച്ചു. ഷവർമ എന്നത് ശവം പ്ലസ് വർമ്മയാണെന്നായിരുന്നു ആക്ഷേപം. ഷവർമ തിന്ന് മരിച്ചവരിൽ വർമ്മമാർ മാത്രമാണ്, മറ്റ് മതസ്ഥരില്ലെന്നും RSS മാസികയുടെ പത്രാധിപൻ പറഞ്ഞു. രാത്രികാലങ്ങളിൽ ഭക്ഷണശാലകളുടെ തെരുവുകളിൽ കരിഞ്ഞ മാംസത്തിൻ്റെ ഗന്ധമെന്നും ആക്ഷേപം. ഷവർമ തിന്നുന്നത് ഹിന്ദുവാണെന്നും അതിൽ മുഹമ്മദും തോമസുമില്ലെന്നും NR മധു ആക്ഷേപിച്ചു. ഷവർമയിൽ വർമ്മയെ തിരയുന്ന NR മധുവിൻ്റെ ഈ പ്രസ്താവനകളോടെല്ലാം മുഖം തിരിക്കുകയാണ് സമൂഹ മാധ്യമങ്ങൾ.